ഹമാസുമായി വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഇസ്രായേൽ. ഈജിപ്തിൻ്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറാവുകയാണെങ്കിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഒരു പ്രതിനിധി സംഘത്തെ കെയ്റോയിലേക്ക് അയക്കാമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി കെയ്റോയിൽ നടന്ന ചർച്ചകളിൽ ഹമാസും ഫത്തയും പങ്കെടുത്തിരുന്നു. ഹമാസ് ചില നിർദ്ദേശങ്ങൾ ഈജിപ്തിന് മുന്നിൽ വച്ചു. ആ നിർദ്ദേശങ്ങൾ വരും ദിവസങ്ങളിൽ ഈജിപ്ത് ഇസ്രായേലിൻ്റെ പ്രതിനിധികളുമായി വേണമെങ്കിൽ ചർച്ച ചെയ്യും. അതേസമയം വളരെ നിർണായകമായ ഒരു പ്രതികരണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. വെടിനിർത്തൽ ചർച്ചകൾ നടത്താൻ ഞങ്ങൾ തയ്യാറാണ്, അതിനുവേണ്ടി ഞങ്ങൾ വേണമെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധി സംഘത്തെ കെയ്റോയിലേക്ക് ഉടൻ തന്നെ അയക്കാം. പക്ഷേ വെടിനിർത്തൽ എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ അവസാനമല്ല. വെടിനിർത്തൽ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. ആ കാലത്ത് ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ പൂർണ്ണമായും ഹമാസ് വിട്ടയക്കണം. അത്തരത്തിൽ ബന്ദികളെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് വെടിനിർത്തൽ സാധ്യമാകുന്നത്. വെടിനിർത്തൽ എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ അവസാനമല്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണെന്നും ഒരു മുതിർന്ന ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഇപ്പോൾ ഹമാസാണ് ഇക്കാര്യത്തിൽ നിർണായകമായ തീരുമാനമെടുക്കേണ്ടത്. മുൻപ് പലതവണ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച നിബന്ധനകൾ ഇസ്രായേൽ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും തന്നെ ഈ വെടിനിർത്തൽ കരാറിനോട് അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ കരാറിനെ യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന തരത്തിലുള്ള ഇടപെടലായിരുന്നില്ല ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വലിയ പ്രസ്താവന, ഒരു വലിയ മുന്നറിയിപ്പ് പുറത്തു വന്നത്. ജനുവരി മാസം 20-ന് താൻ അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് മുൻപ് മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണം. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ അമേരിക്ക നടത്തിയ ഏറ്റവും ക്രൂരമായ ആക്രമണമായിരിക്കും അടുത്ത ദിവസം മുതൽ ഗാസയിൽ ഹമാസിന് നേരെ നടത്തപ്പെടുക. അത് താങ്ങാനുള്ള കഴിവ് ഹമാസിനുണ്ടാകില്ല. അതുകൊണ്ട് അത്തരമൊരു കിരാതമായ നടപടിക്കുള്ള സാഹചര്യങ്ങൾ ഒരുക്കരുത് എന്നായിരുന്നു ട്രംപിൻ്റെ മുന്നറിയിപ്പ്. എന്നാൽ ട്രംപിൻ്റെ മുന്നറിയിപ്പിനെ കാര്യമായി എടുക്കുന്നില്ലെന്നായിരുന്നു പിന്നാലെ ഹമാസിൻ്റെ ഒരു മുതിർന്ന കമാൻഡറുടെ പ്രതികരണം. ചെയ്യാനുള്ളത് US ചെയ്യുക, ഹമാസിന് ചെയ്യാനുള്ളത് ഹമാസ് തിരിച്ചു ചെയ്യും. ഇതായിരുന്നു ഹമാസിന്റെ പ്രതികരണം. ഇതോടുകൂടി തന്നെ ഹമാസ് അമേരിക്കയുടെ ട്രംപിന്റെ നിർദ്ദേശത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരുന്നു. അപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി, ജനുവരി മാസം 20 വരെ ചിലപ്പോൾ അമേരിക്ക കാത്തിരിക്കില്ല. അതിനു മുൻപ് തന്നെ ഹമാസിനെതിരെയുള്ള ഒരു നടപടി അമേരിക്ക ആരംഭിക്കും. അതുമാത്രവുമല്ല, ഇത്തരമൊരു പ്രസ്താവന നടത്താൻ ട്രംപിന് മേൽ നേരത്തെ മുതൽ ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതീവ സമ്മർദ്ദം ഹമാസിന് മേൽ ഉണ്ടായാൽ മാത്രമേ വെടിനിർത്തൽ കരാറിലേക്ക് അല്ലെങ്കിൽ ബന്ദിമോചനത്തിലേക്ക് ഹമാസ് എത്തിച്ചേരുകയുള്ളൂ. ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണമെന്നോ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്നോ ഉള്ള ഒരു ആവശ്യവും ഒരാഗ്രഹവും ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ ഇല്ല. പക്ഷേ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ മോചനം എത്രയും വേഗം സാധ്യമാക്കണം. അത്തരത്തിൽ ഹമാസിന്റെ പക്കലുള്ള ബന്ദികളുടെ മോചനം സാധ്യമാക്കിയാൽ ഒരു പരിധിവരെ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇസ്രായേലിലുള്ള ആഭ്യന്തര പ്രതിഷേധങ്ങളെ നിലയ്ക്ക് നിർത്താനാകും. അതുകൊണ്ട് തന്നെയാണ് ട്രംപും ഇത്തരത്തിലൊരു നീക്കം മുന്നോട്ട് വച്ചത്. വലിയൊരു മുന്നറിയിപ്പ്, വലിയൊരു ഭീഷണി തന്നെ ഹമാസിന് മേൽ നടത്തിയിരിക്കുന്നു. ഹമാസിനോട് എത്രയും വേഗം ബന്ദികൾ വിട്ടയക്കാനുള്ള നിർദ്ദേശമാണ് ട്രംപ് നടത്തിയത്. ഈ ട്രംപിൻ്റെ ആ നിർദ്ദേശത്തെ ചില ഹമാസ് നേതാക്കന്മാർ തള്ളിക്കളഞ്ഞെങ്കിലും ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ അതിനെ ഗൗരവമായി തന്നെ എടുത്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് കെയ്റോയിലെ മീറ്റിംഗിൽ ഹമാസിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തത്. മുൻകാലത്ത് 2-3 തവണ ഇത്തരത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ സംബന്ധിച്ച മീറ്റിങ്ങുകൾ ചേർന്നപ്പോൾ ഹമാസിൻ്റെ പ്രതിനിധികൾ അതിൽ പങ്കെടുത്തിരുന്നില്ല. അന്ന് യഹിയ സിൻവാർ ജീവനോടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. യഹിയ സിൻവാർ ജീവനോടെ ഇല്ല. അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോ നിർദ്ദേശപ്രകാരം ചില പ്രതിനിധികൾ പങ്കെടുത്തു. അവരുമായി ഈജിപ്തിൻ്റെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തി. വെടിനിർത്തലിലെ ഹമാസിൻ്റെ നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വെച്ചു. ഇനി ആ നിർദ്ദേശങ്ങൾ ഇസ്രായേലിൻ്റെ പ്രതിനിധികളുമായി ചർച്ച ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയും അവസാനം ഒരു ഉടമ്പടിയിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഈജിപ്തും ഖത്തറുമൊക്കെ ആഗ്രഹിക്കുന്നത്. അമേരിക്കയുടെയും ആഗ്രഹം അത് തന്നെയാണ്. ഇപ്പോൾ വെടിനിർത്തൽ ചർച്ചകൾക്ക് പച്ചക്കൊടി നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ. വെടിനിർത്തൽ എന്നത് യുദ്ധാവസാനമല്ലെന്ന് വ്യക്തമായി തന്നെ പറയുന്നു ഇസ്രായേൽ. അതേസമയം വെടിനിർത്തൽ കരാർ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ വെടിനിർത്തൽ കാലയളവ് ബന്ദികളുടെ പൂർണ്ണമായ മോചനം ഉണ്ടാകണം. ആ മോചനം സാധ്യമാവുമെങ്കിൽ മാത്രമേ വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുകയെന്ന് വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ.